ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈശോയോട് സഹകരിക്കണം. എനിക്ക് വേണ്ടി എൻ്റെ ഈശോ നിലകൊള്ളുമ്പോൾ ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളണം. യേശുവുമായി ചേർന്നുള്ള ജീവിതം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം. അത് ക്രിസ്തു പ്രതീക്ഷിക്കുന്നുമുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 20-ാം തിരുവചനം. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. ചില നഗരങ്ങളോട് ഈശോയ്ക്കുണ്ടായ വിഷമത്തെക്കുറിച്ച് പറയുക. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ എന്താ? ഈശോ പ്രതീക്ഷിച്ചു ആ ജനങ്ങളെല്ലാം ഈശോയുടെ കൂടെ ആയിരിക്കും, സ്വർഗത്തെ ലക്ഷ്യമാക്കും, ദൈവപിതാവിലേക്ക് തിരിച്ചു വരും. പക്ഷേ ആ പ്രതീക്ഷകൾ മാറ്റിമറിഞ്ഞു പോയിരിക്കുകയാണ്. ആ പ്രതീക്ഷകൾ മാറ്റിമറിഞ്ഞപ്പോൾ ഈശോ അവരെ ശാസിക്കുകയാണ്. കാരണം അവരിൽ ഈശോ പ്രവർത്തിച്ചു, അതിൻ്റെ ഫലം ഉണ്ടാവുന്നില്ല. പിന്നീട് വചനഭാഗം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ദുരിതം എന്ന് പറയാം. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം, കഫർനാവും നിനക്ക് ദുരിതം. നിന്നെ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അത് വേറെ എവിടെയെങ്കിലും സംഭവിച്ചിരുന്നു. ആ അത്ഭുതങ്ങൾക്കനുസരിച്ച് ഫലമുണ്ടായില്ല എന്ന് പറയാം. നീ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ക്രിസ്തുവിന് വേണ്ടി നീ എത്രത്തോളം ഫലം ചൂടുന്നുണ്ട്, അവിടുന്ന് എത്രത്തോളം നിന്നെ അനുഗ്രഹിക്കുന്നു, നീ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അനുഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ട് നിന്നോട് ഒട്ടിച്ചേർന്നിരിക്കുവാൻ സഹായിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടത് അനുഗ്രഹങ്ങൾ, കൃപകളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവം.